ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത് അങ്ങ് അമേരിക്കയിലാണെങ്കിലും അതിന്റെ ആവേശം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് അല്ലെ. ഏത് ചെറിയ ഒരു കവലയിൽ പോയാലും ജംഗ്ഷനിൽ പോയാലും ഇഷ്ട താരങ്ങളുടെയും രാജ്യങ്ങളുടെയും ഫ്ലെക്സ് ബോർഡുകൾ നിറഞ്ഞിരിക്കുകയാണ്. ജാഗ്രത, ഈ ഫ്ലെക്സ് ബോർഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് നിരോധിത അസംസ്കൃത വസ്തുക്കൾ വെച്ചാണെങ്കിൽ വലിയ വലിയ പിഴ തുകകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 2019 കേരള ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം ഗവൺമെന്റ് പരിപാടികൾക്കും മറ്റ് സ്വകാര്യ മതപരമായിട്ടുള്ള പരിപാടികൾക്കും സിനിമ പോസ്റ്ററുകൾ നിർമ്മിക്കാനും PVC അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പോലെയുള്ള വസ്തുക്കൾ വെച്ചുള്ള ഫ്ലെക്സ് ബോർഡുകളുടെ നിർമ്മാണം പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. ഇവയ്ക്ക് പകരം പ്രകൃതി സൗഹൃദ പേപ്പർ, തുണി അല്ലെങ്കിൽ മറ്റ് അംഗീകൃത അസംസ്കൃത വസ്തുക്കൾ വെച്ചോ ഫ്ലെക്സ് ബോർഡുകൾ നിർമ്മിക്കാവുന്നതാണ്. ഇതിനു പുറമെ 2020 ജനുവരി 1 മുതൽ കേരള ഗവൺമെന്റ് ഉത്തരവ് പ്രകാരം കേരളത്തിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകൾക്ക് പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും ഈ വിഷയത്തിൽ വിവിധ കേസുകളിലായി പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പൊതുനിരത്തുകളിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധം ഫ്ലെക്സ് ബോർഡുകൾ വെക്കരുതെന്നും ഫ്ലെക്സ് ബോർഡുകളെല്ലാം ഗ്രീൻ പ്രോട്ടോകോൾ ചട്ടം പാലിച്ചിരിക്കണമെന്നും നിർദ്ദേശങ്ങൾ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നിരോധിത പ്ലാസ്റ്റിക് കൊണ്ടോ PVC കൊണ്ടോ ഫ്ലെക്സ് ബോർഡുകൾ നിർമ്മിച്ചാൽ 25,000 രൂപ മുതൽ 40,000 രൂപ വരെ അധികാരികൾക്ക് പിഴ ഇടാവുന്നതാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ യൂസ്ഫുൾ വീഡിയോസിന് ഈ പേജ് ഫോളോ ചെയ്യുക. ബൈ ബൈ.